മറ്റ് എല്ലാ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമായി പ്രവർത്തിക്കുമെന്നും നമുക്കറിയാം. നമുക്ക് രാധ ടീച്ചറുടെ മറുപടി പ്രസംഗം വളരെ ആകാംക്ഷയോടെ കേൾക്കാം. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ, ഈ നാട്ടുകാരെ, എൻ്റെ സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, കുട്ടികളെ, എന്താണ് പറയേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾക്കൊരു 35 വർഷത്തെ കാര്യങ്ങൾ പറയുകയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അക്ഷമരാണ് ഇപ്പം തന്നെ. കാരണം കുട്ടികളുടെ പരിപാടികൾ നമ്മൾ നേരത്തെ തന്നെ പറയുമ്പോൾ രാത്രിയാവട്ടെ എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ്. അപ്പോൾ അവരൊക്കെ ഒരുങ്ങി കഴിഞ്ഞു. ഇനി അവർക്ക് ഇതൊന്നും കേൾക്കണ്ട, അവർക്ക് കളിച്ചാൽ മതി, പാടിയാൽ മതി എന്നുള്ളൊരു ഘട്ടമാണ്. അത് ശരി, അത് സ്വാഭാവികമാണ്, അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇവിടെ ഇന്നാണ് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനുള്ളൊരു സമയമുള്ളത്. ഇനി നാളെ എനിക്ക് ഈ വേദിയില്ല. അപ്പോൾ ഇന്ന് ഈ 31/6/90 മലപ്പുറം ജില്ലയിൽ നിന്ന് പാലക്കാട് ജില്ലയിലേക്ക് മറികടന്ന് വന്നതാണ് ഞാൻ. അന്ന് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ ചേച്ചീനെ കൊണ്ടുവന്ന ആ അഡ്രസ്സിലാണ് അപേക്ഷ കൊടുത്ത് എന്തോ ഭാഗ്യത്തിന് എനിക്കൊരു ജോലി കിട്ടി. പക്ഷെ ആ ജോലി കിട്ടുമ്പോഴും ഞാനൊരു 2-3 PSC ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടുന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാനിരുന്ന്. ഈ ജോലി എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് തീരെ ഇഷ്ടപ്പെട്ട് വന്നതല്ല. പക്ഷേ അന്ന് എന്താ ഉള്ളത്, 210 രൂപയാണ്. ഈ 210 രൂപയ്ക്കാണ് ഞങ്ങളന്ന് ഒരു ഹെൽപ്പർക്ക് 110 രൂപ. ഇത് ഈ രീതിയിൽ കടന്നു വന്ന് ഈ നാട്ടിലെ അലനല്ലൂർ മുതൽ കോട്ടോപ്പാടം വരെ, അതിൻ്റെ അരികു വരെ നമ്മൾ സർവേ നടത്തി ഒരു ഏരിയ കണ്ടെത്തി. ജനങ്ങളെയാണെങ്കിൽ ആരെയും പരിചയമില്ല, നമ്മൾക്ക് പരമേശ്വരത്തേറെ മാത്രമേ പരിചയമുള്ളൂ, അത് മുഴുവൻ ആളുകളായിട്ടില്ലേ. ആ രീതിയിലാണ് ഇവിടേക്ക് വന്നത്. ഇവിടെ വന്ന് നമ്മളെ രാമേട്ടൻ ഒരു പ്രസിഡൻ്റായി, ഞാൻ കൺവീനറായി. നമ്മളെ നാട്ടിലിപ്പോൾ പറഞ്ഞു രാംദാസ് മാഷ്, ശങ്കരനാരായണൻ നായർ, പാർവതി അമ്മ, അതുപോലെ നമ്മളെ പുളിക്കൽ കുഞ്ഞിക്കോയുടെ ഭാര്യ ആയിഷ താത്ത, പിന്നെ നമ്മുടെ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല കുറേ ആളുകൾ, നമ്മുടെ അപ്പുവട്ടൻ, പിന്നെ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളുടെ ഈ രുഗെടുത്തി, അങ്ങനെ ഒരുപാട് ആ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുന്നൊക്കെ ആയിട്ട് നമ്മുടെ വാക്കുട്ടിയാക്കി, പിന്നെ തെക്കൻ മുഹമ്മദ് ആക്ക, ഇങ്ങനെ ഒരുപാട് ആളുകൾ മെനക്കെട്ട ഒരു കമ്മിറ്റി ഉണ്ടാക്കി നമ്മൾ ഇവിടെ ഒരു ഏരിയ നിശ്ചയിച്ചു. ആ ഏരിയ നിശ്ചയിച്ച് ഞാനും ഒരു ഹെൽപ്പറായിട്ട് അലനല്ലൂരിൽ നിന്ന് ഒരു അയ്യപ്പൻകാവ് നിന്നാണ് ഒരു രാജലക്ഷ്മി എന്ന് പറഞ്ഞാൽ അവർക്കാണ് നിയമനം കിട്ടി. ആ നിയമനം കിട്ടി അവർ പറഞ്ഞു നമുക്ക് പള്ളിപ്പടിയിൽ അംഗൻവാടി തുടങ്ങാം. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ നമ്മളെങ്ങനെ അവിടെ. അപ്പം ഇവിടെ ഉള്ള ആളുകൾ എന്ത് ചെയ്തു, ഇവിടെ രാമൻ്റെ വീട് ഒഴിഞ്ഞു കിടക്കിയിരുന്നു. ആ ഒഴിഞ്ഞു കിടക്കണ വീട് അവരാഘോഷമായിരുന്നു. ഇവിടെ ആഘോഷപൂർവ്വം എല്ലാവരും ആ വീട് നേരെയാക്കി വാടകയ്ക്ക് നമ്മളവിടെ തുടങ്ങി അംഗൻവാടി. പിന്നെ അങ്ങനെ രാമൻ്റെ വീട്ടിലാണ് തുടക്കം. പിന്നീടാണ് നമ്മൾക്ക് ഇതിൻ്റെ മുന്നേ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച റിപ്പോർട്ട് ഉണ്ടായിരുന്നു. 93 ഉദ്ഘാടനം കഴിഞ്ഞതും ഒരു കെട്ടിടം. അതിനു വേണ്ടി നമ്മൾ ഒരു പട്ടി, ഒരു കഴുങ്ങിൻ്റെ കഴുങ്ങാണെങ്കിലും ഒരു എന്ത് ഒരു മുളയാണെങ്കിലും എഴുതിയ ഒരു ലിസ്റ്റ് നമ്മളുടെ പ്രസിഡന്റ് രാമേട്ടൻ്റെ കൈപ്പടയിൽ ആ 93 സൂക്ഷിക്കുന്നതാണ് എൻ്റെ അടുത്തുണ്ട് ആ ഫയല്. അത് ഇന്നത്തെ കുട്ടികൾ വായിക്കണം. 10 രൂപ, 5 രൂപ, ഇന്നും 5 രൂപ തരാനുള്ളവരുണ്ട്. തരാനുള്ളവരുടെ കണക്ക്, തന്ന ആളുകളുടെ കണക്ക് അത് കണ്ട നമ്മളുടെ കണ്ണ് നിറയും. കാരണം അത്രയും കാട്ടുകുളം പള്ളിപ്പടി മുതൽക്ക് ഓരോ വീടും കയറി ഇറങ്ങി ഭീമനാട് വരെ നമ്മൾ ഇറങ്ങിപ്പോയി. നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരൂ. 93 ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ഉണ്ട്, അതിൻ്റെ നോട്ടീസ് ഉണ്ട്, അത് പത്രത്തിൽ വന്ന പത്രത്താളുണ്ട്, ഉദ്ഘാടനങ്ങളെ മൊത്തം ഫോട്ടോ അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, അംഗൻവാടിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എന്നോടുകൂടി പോവുകയാണ്. അതേപോലെ ആ ഫയല് നിങ്ങൾക്ക് ഇന്ന് ചെറുപ്പക്കാരായ ഈ കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഇപ്പോഴത്തെ തലമുറ എൻ്റെ കുറച്ച് കുട്ടികൾ ഇവിടെ കണ്ടില്ലേ, ആ ഒരു കുട്ടികൾക്ക് ചിലവർക്ക് മനസ്സിലാവുക ഒരു ഇത്. അതേപോലെ പഴയ ആളുകൾക്കും 10 രൂപടി 5 രൂപടി അന്നത്തെ കൂലിയുടെ കണക്കും കാണണമെന്ന് വെച്ചാൽ ആ ഫയലൊന്ന് വായിക്കൂ. നമ്മളുടെ ഒരുപാട് ഓർമ്മകൾ നമ്മൾക്ക് നിലനിൽക്കും. കാരണം അന്നത്തെ എത്ര പൈസയായിരുന്നു, ഇന്ന് നമുക്ക് പൈസയ്ക്ക് വിലയില്ല.
അങ്ങനെ നമ്മൾ നല്ലൊരു ഓടിട്ട കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് അത് ചോർന്നൊലിച്ച് അങ്ങനെ കഴിയണ സമയത്ത് എത്രയോ പ്രാവശ്യം പട്ടിയും പാളിയും കൊടുന്ന് അങ്ങനെ ഒരു അംഗൻവാടി ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീടായിരുന്നില്ല പ്രിയപ്പെട്ടത്. എൻ്റെ കുട്ടികൾ പറയും, അമ്മ ഞങ്ങളെല്ലാം നോക്കിയിരുന്നത്, ഞങ്ങളെ നോക്കാൻ അമ്മയ്ക്ക് സമയം ഉണ്ടായിരുന്നില്ല. നാട്ടിലെ കുട്ടികൾ, അത് ശരിയാണ്, നാട്ടിലെ കുട്ടികൾ എൻ്റെ കുട്ടികളാണ്. എൻ്റെ കുട്ടികൾ എങ്ങനെയാണോ നാട്ടിലെ കുട്ടികളെ എങ്ങനെയാണോ അംഗൻവാടിയിൽ വളർന്ന് അതൊന്നും ഒട്ടും വ്യത്യസ്തമല്ലാതെയാണ് എൻ്റെ കുട്ടികളെ തൂക്ക് കെട്ടിയിട്ടും, ഇപ്പം ഇവിടെ പറഞ്ഞു, തൂക്ക് കെട്ടിയിട്ടും അവരെ ഞാൻ അവിടെ തന്നെയാണ് വളർത്തിയത്. അങ്ങനെ വളർത്തി വലുതായി നമ്മൾക്ക് എപ്പോഴും ഈ ജോലിയോട് ഒരു സന്തോഷം തോന്നുന്നത് എപ്പോഴാണ്? നമ്മൾക്ക് ഏത് ജോലിയാണെങ്കിലും ആത്മാർത്ഥതയോടുകൂടി ആരാണെങ്കിലും അത് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നമ്മളൊപ്പം ദൈവമുണ്ട്. ഇതിന്റെ ദൈവത്തിന്റെ രൂപം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നത്. എനിക്കൊരു അഡ്രസ്സ് ഉണ്ടാക്കി തന്നത്. ഞാൻ വന്നപ്പോ ഒന്നുമല്ല, ഞാൻ സാധാരണ വന്നു, ഞാൻ ഇപ്പൊ എല്ലാം ആണെന്നല്ല പറയുന്നത്, പക്ഷെ എനിക്കൊരു അഡ്രസ്സ് ഉണ്ടാക്കി തന്ന, പിന്നെ അതുപോലെ ഈ കുട്ടികൾ പഠിച്ച എൻ്റെ അംഗൻവാടിയിൽ വളർന്ന് സാധാ സ്കൂളിൽ പോയി പഠിച്ച് വളർന്നിട്ട് തന്നെ ഇന്നിപ്പോൾ അവര് ചെറിയ മകള് MS പഠിക്കുന്നു അമേരിക്കയില്, വലിയ മകള് UK-യിലാണ്, ഇവള് ജോലിയും ചെയ്യുന്നു, പഠിക്കുന്നു. അപ്പൊ അവർക്ക് രണ്ടാളും അവിടുത്തെ ഒരു കോളേജിൽ പഠിക്കാനുള്ള ഒരു ഇതൊക്കെ കിട്ടിയത്. ഇപ്പൊ നമ്മൾ വെറുതെ പറയണ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയാലാണ് എല്ലാം ശരിയാവുമെന്ന്. 5 വയസ്സ് വരെ കുട്ടികൾ വളർന്ന് മാനസികമായും ശാരീരികമായും സാമൂഹികമായും അവർക്കൊരു കാഴ്ചപ്പാടുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അവരുടെ കളികളിലൂടെ വളരണം. 3 വയസ്സിൽ തന്നെ കൊണ്ടുപോയി 2 അക്ഷരം ഇംഗ്ലീഷ് പറഞ്ഞാൽ എല്ലാം ആയി എന്നുള്ളൊരു കാഴ്ചപ്പാടല്ല. നല്ല മാനസികമായ ഒരു തയ്യാറെടുപ്പ് കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലല്ല വേറെ എവിടെയും നിങ്ങൾക്ക് 5 വയസ്സ് കഴിഞ്ഞാൽ കൊണ്ട് ചേർത്താം. പക്ഷെ ഇപ്പൊ ആളുകൾക്ക് പറയാൻ പോരായാണ് എൻ്റെ കുട്ടി അംഗൻവാടിയിലാണ്. എത്ര സൗകര്യങ്ങളുണ്ട്. ഒരു അമ്മേനെ പോലെ ആ അംഗൻവാടിയിലെ ടീച്ചർമാര് അവർക്ക് വേണ്ട പോലെ ഭക്ഷണം കൊടുത്തിട്ടും താരാട്ട് പാടിയിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ കുട്ടികളെയൊക്കെ വളർത്തി. അതുകൊണ്ടാണ് എൻ്റെ കുട്ടികൾക്ക് എന്നോട് സ്നേഹം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അവരോട് തെറ്റായ ഒരു രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്കിന്ന് ഇവിടെ നിൽക്കാനുള്ള അർഹത ഇല്ല. പക്ഷെ എനിക്ക് ആ അർഹത നേടിത്തന്നത് എന്താ? എൻ്റെ കുട്ടികളുടെ സ്നേഹം. ഇന്നും 10, 40, 41 വയസ്സായ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് അവരിന്ന് പിടിക്കാൻ തോന്നും. കാരണം എൻ്റെ മക്കളെ കണ്ടിട്ട് ഒന്ന് തൊട്ട് തലോടുന്ന പോലെ എനിക്ക് അവരെ ഒന്ന് തൊട്ട് തലോടാൻ തോന്നും. ചിലപ്പോൾ കുട്ടികൾക്ക് പോരായുണ്ടാവും, അയ്യോ ടീച്ചർ ഒരു അങ്ങനെ തോന്നരുതേ. ഞാൻ നിങ്ങളെയൊക്കെ കണ്ടാൽ എനിക്ക് തൊടാൻ എൻ്റെ കൈ തരിക്കും. കാരണം അതെൻ്റെ ഒരു ഇതാണ്, ഉള്ളിലുള്ള സ്നേഹമാണ്. എനിക്ക് വേണ്ടി ഇവിടെ രാപ്പകലില്ലാതെ കുറച്ച് ദിവസം കൊണ്ട് കഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പൊ 2018 മുതൽക്ക് ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞങ്ങൾ എല്ലാ കൊല്ലവും 1-ാം തീയതി ജൂൺ 1-ാം തീയതി പ്രവേശനോത്സവം എൻ്റെ കുട്ടികൾ പിരിച്ചുണ്ടാക്കി പാലടപ്രഥമം വയ്ക്കും. നല്ല രീതിയിൽ ഞങ്ങൾ പാലടപ്രഥമം വെച്ച് വിതരണം ചെയ്ത് ഞങ്ങൾ ആഘോഷമായിട്ട് പ്രവേശനോത്സവം നടത്തും. എത്രമാത്രം പറഞ്ഞാലാണ് എനിക്ക് അറിയില്ല അവരോടുള്ള കടപ്പാട്, ഈ നാട്ടുകാരോടുള്ള കടപ്പാട് എല്ലാവരോടും. തീർച്ചയായിട്ടും എന്താണ് ഞാൻ ഇത് പറഞ്ഞാൽ എനിക്ക് നിൽക്കാൻ വയ്യ. കാരണം പറഞ്ഞ് നമ്മൾക്ക് എത്രമാത്രം 35 വർഷത്തെ നമ്മളെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതിൽ ഇനി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ മനസ്സിന്ന് കളയുക. തീർച്ചയായിട്ടും നന്നങ്ങാടി കുന്നെന്ന് പറഞ്ഞ ഒരു നമ്മൾക്ക് ഞങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാട് ഒരു മുസ്ലിം സമുദായത്തിന് അവരോടൊത്ത് കഴിയാനുള്ളൊരിത് വന്നത് എനിക്ക് ഈ അംഗൻവാടി കാരണമാണ്. നമ്മളുടെ ഓരോ സാഹചര്യങ്ങളും ഓരോ പോലെയാണ്. അപ്പം എനിക്ക് അവരോട് എന്നും ഒരു കടപ്പാടാണ്. പിന്നെ നമ്മൾക്കൊരു രാഷ്ട്രീയമില്ല, ഒരു മതമില്ല, ഒരു ജാതി ഇല്ല. അംഗൻവാടിയിൽ വന്നാൽ നമ്മളെ കുട്ടി, എൻ്റെ കുട്ടി, എനിക്കിപ്പോൾ വളരുന്ന എങ്ങനെ എൻ്റെ കുട്ടികളുടെ കുട്ടികളെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അവരൊക്കെ പിന്നെ കല്യാണം കഴിച്ച് വന്ന കുട്ടികൾ എൻ്റെ മരുമക്കളായിട്ടും അവരുടെ കുട്ടികൾ എൻ്റെ പേരക്കുട്ടികളായിട്ടുമാണ് എൻ്റെ മനസ്സിലുള്ളത്. അങ്ങനെയാണ് എനിക്ക് തോന്നാറ്. എനിക്ക് ചീത്ത പറയാൻ തോന്നും, അവർ വേണ്ടാത്തത് ചെയ്താൽ ഞാൻ ഒരു അമ്മേനെ പോലെ ഞാൻ പറയാറുണ്ട്. അതിനൊന്നും നിങ്ങളൊന്നും കരുതരുത്. പിന്നെ എന്തോ അറിയില്ല, എനിക്ക് വല്ലാത്തൊരു ഇതാണ് ആ കുട്ടികളെ കാണുമ്പോൾ. ഞാൻ പേരെടുത്ത് പറയാന്ന് പറഞ്ഞാൽ എന്താ പറയാ, അങ്ങനെ എനിക്ക് പേരെടുത്ത് ഒരുപാട് കുട്ടികളുണ്ട്. ഇവരെ ആ സമയത്ത് ഇന്ന് വളർന്നു വരുന്ന തലമുറയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാം. പണ്ടത്തെ കുട്ടികളുടെ ആ ഒരു രീതി ചിലപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടാവില്ല. ഇപ്പൊ അതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല, നമ്മളിവിടെ പറയണത് നോക്കാൻ നേരമില്ല. പക്ഷേ ആ ഒരു തലമുറയിലെ കുറച്ച് കുട്ടികൾ എന്താണെന്ന് അറിയാത്തൊരു ഇത് മനസ്സിലുണ്ട്. അതേപോലെ നമ്മളുടെ ഒരു കമ്മിറ്റിയാണെങ്കിൽ നമ്മളെ മുഹമ്മദ് അലി, തീർച്ചയായിട്ടും ഞാൻ എന്തുണ്ടെങ്കിലും മുഹമ്മദ് അലി എന്ന് ഒരൊറ്റ വിളിയെ വിളിക്കും. മുഹമ്മദ് അലി വരും, എന്താണോ
ഒന്നുമില്ല. മുഹമ്മദ് അലി വന്നിട്ട് അതിലേക്ക് എന്താ വെച്ചാൽ പിന്നെ ഒരു രക്ഷിതാവ്, അതായത് അംഗൻവാടിയിൽ ഒരു കാരണവരാണ്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് മജീദിനെ ഇത് സ്വൈരം കൊടുക്കാറില്ല ഞാൻ ഒരു സമയത്തും. അങ്ങോട്ട് നടക്കുമ്പോഴും വിളിക്കും, ഇങ്ങോട്ട് നടക്കുമ്പോഴും വിളിക്കും. അതെന്താ വെച്ചാൽ അവനെ കാണാറുള്ളൂ, മറ്റവരൊക്കെ ഓരോ രീതിയിൽ. അതേപോലെ ആ മുനീറ, നൂറ്, മുഹമ്മദ് അലി, എനിക്കറിയില്ല കേട്ടോ ഇനി പേര്, ഞാൻ പറഞ്ഞത് ഇനി പേര് പറഞ്ഞാൽ അറ്റില്ല, ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ സ്നേഹം, പേര് പറഞ്ഞിട്ടില്ല നിങ്ങൾ കരുതണ്ട, സ്നേഹം, സക്കീർ അലി, ഇപ്പം അവന് കുറച്ചു കാലം വിട്ടു നിന്നു, ഇപ്പം വന്നോടങ്ങുണ്ട്. അപ്പം ഇതിനു വേണ്ടി ഓടിപ്പാഞ്ഞ ഇനി ടീച്ചറെ എൻ്റെ പേര് പറഞ്ഞല്ലോ നിങ്ങൾ പറയരുത് കേട്ടോ, എൻ്റെ മനസ്സിൽ കൂടി ഇതൊന്നും കൂടി വരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും എനിക്ക് സന്തോഷമാണ്. എൻ്റെ ജീവിതമാണെങ്കിലും ഇപ്പം ഇപ്പം ഇവർ പറഞ്ഞു ഞാനൊരു രാഷ്ട്രീയത്തിൽ പിന്നെ ജനപ്രതിനിധിയായി, അത് ഓർക്കാതെ വന്നതാ. അതിൻ്റെ ഒരു ഒറ്റ കാരണക്കാരൻ ഈ മാഷാണ്, നമ്മുടെ സുദർശന മാഷ് വന്ന് പറഞ്ഞപ്പോഴും ഞാനില്ല മാഷേ എന്ന് പറഞ്ഞതാ. പിന്നെ അതൊരു നിയോഗമാണ്, കാരണം എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ കടന്നു പോകണ്ടേ. അപ്പോഴും എനിക്ക് പേടിയായിരുന്നു, എൻ്റെ കുട്ടികൾ എന്നെ പാർട്ടിയായിട്ട് ചിത്രീകരിക്കുമോ, അതായത് ഇനി നമുക്കൊരു രാഷ്ട്രീയം ഉണ്ടാവുമോ, ഇങ്ങനെ ഒരു മാനസികമായൊരു ഇതുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അംഗൻവാടിയിൽ ഒരിക്കലും രാഷ്ട്രീയം എന്നുള്ളൊരിത് വരരുതേ എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന്, ആരാണെങ്കിലും ഒരു അംഗൻവാടിയിലും രാഷ്ട്രീയം കൊണ്ടുവരരുത്, നമ്മളെ കുട്ടികളെ എല്ലാ ആളുകളുമാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ ആയിട്ട് എനിക്ക് എന്തായാലും 35 വർഷം ഇവിടുന്ന് പോവാനായി. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പോഴാണ് എനിക്ക് പോണ്ടേന്നൊരു തോന്നല്. ഇതുവരെ ഞാൻ ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി. ഇപ്പം എല്ലാവരും കൂടി കാണുമ്പോൾ കരയണോ ചിരിക്കണോ ഒന്നും അറിയില്ല. എനിക്ക് പ്രത്യേകമായിട്ട് ഒരു സങ്കടമൊന്നുമില്ല കേട്ടോ. ഇനി ഞാൻ പറയാം, ഇനിയിപ്പോൾ പോയി എനിക്ക് ഇന്നലെ ഞാൻ കുട്ടികളോട് പറഞ്ഞു നാളെ രാത്രി എനിക്കൊരു കടന്നുറങ്ങലെന്ന്. കാരണം എനിക്ക് ഉറങ്ങാത്ത രാത്രികൾ തന്നെ അംഗൻവാടിയിൽ നമുക്ക് കണക്കെഴുതിയിട്ടും അത് ചെയ്തിട്ടും ഇത് ചെയ്തിട്ടും നമുക്ക് ഉറങ്ങാത്ത രാത്രികൾ ആ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ. അപ്പം എന്തായാലും തുടർന്ന് എന്നെ സംബന്ധിച്ച് ഇന്ന് ഈ നല്ലൊരു ചടങ്ങ് നടത്തിയ ഈ നാട്ടുകാർക്കും പ്രത്യേകിച്ച് എൻ്റെ കുട്ടികൾക്ക്, ഇതിൻ്റെ സംഘാടകർക്ക് എത്രമാത്രം നന്ദി പറഞ്ഞാലാണ് അറിയില്ല. പിന്നെ ഇന്ന് ഇതിനു വേണ്ടി ഇവിടെ വന്നിട്ടുള്ള എല്ലാ ജനപ്രതിനിധികൾക്കും ഇതിനൊക്കെ ഞാൻ അർഹത ഉണ്ടോ എന്നുള്ളത് കൂടി എനിക്കറിയില്ല. ഇതൊക്കെ ഞാൻ അർഹിക്കുന്നുണ്ടോ? കുറച്ച് ഞാൻ ഒന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞാൻ 90 മുതൽ അംഗൻവാടിയിൽ വന്ന കുട്ടി മുതൽ ഇന്ന് വരെ പഠിക്കുന്ന കുട്ടികളെ ഉൾപ്പെടുത്തി എനിക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം, അവരോടൊപ്പം കളിച്ച് ചിരിച്ച് ഒന്ന് മടങ്ങി പോകണം എന്നുള്ളത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇത്രയും നല്ലൊരു പരിപാടി സംഘടിപ്പിച്ച എൻ്റെ എല്ലാ കുട്ടികൾക്കും ഈ നാട്ടുകാർക്കും ഇതിനോട് പിന്നെ ഇതിനെ ചുക്കാൻ പിടിച്ച എല്ലാ സംഘാടകർക്കും ഇന്ന് ഇതിൽ പങ്കെടുത്ത എല്ലാ ജനപ്രതിനിധികൾക്കും, എന്താ ഇനി ആരെങ്കിലും വിട്ടു, എൻ്റെ പ്രത്യേകിച്ച് സഹപ്രവർത്തകർ എല്ലാവരും എത്രയോ ദൂരത്തു നിന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇനി ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മമാരോടും എല്ലാ രക്ഷിതാക്കളോടും എല്ലാ നാട്ടുകാരോടും എനിക്കൊരു സന്തോഷമാണ്. എവിടെ കണ്ടാലും രാധ ടീച്ചറെ ഒന്ന് വിളിക്കുമല്ലോ, ആ വിളി മാത്രം കേട്ടാൽ മതി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.